റസൂലിന്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഅബയുടെ താക്കോല് കുറച്ചു നേരം കയ്യിൽ പിടിക്കാന്ന് തൊടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ആ താക്കോല് കുറച്ചു നേരം എനിക്കൊന്ന് തരുമോ? ഉസ്മാൻ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. അത് ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ലടാ, തരൂല. റസൂല് പിന്നെയും ചോദിച്ചു, കുറച്ചു നേരം. തൊടാനാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്, ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകള്, അവർ പണിത വീട്, അതിന്റെ താക്കോലല്ലേ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. തരൂല മുഹമ്മദേ, നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ. ആടുമേച്ച് നടന്ന ഒരുത്തൻ, ഇടയബാലനായി കടന്നുപോയ ഒരുത്തൻ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കുക, തരൂല. നബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അതെന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ, ഈ താക്കോല് എൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട്, അന്നത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല മുഹമ്മദ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം എങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അവസാനമായിരിക്കും. അതൊന്നുമല്ല. അറബികളും ഖുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ താക്കോൽ എൻ്റെ കയ്യിലെത്തും. മക്ക വിജയത്തിന്റെ ദിവസം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാ. പറഞ്ഞ താക്കോലല്ലേ, ആ താക്കോൽ ആ കയ്യിലുണ്ട്. ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് തന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു ഒക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, പ്രവാചകർ എനിക്ക് തരുമോ, അതെന്നെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല. അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു, അയാളുടെ കയ്യിലേക്ക്, ഉസ്മാൻ ഇബ്നു തൽഹ. നമ്മൾ പറയൂലേ, എനിക്കൊരവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ പറയൂലേ. റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങൾക്ക് പാരവെച്ച മനുഷ്യരില്ലേ, നിങ്ങളുടെ വഴിയിൽ മുള്ളു പാകിയ മനുഷ്യരില്ലേ, നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ, നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, എല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ, അവരോട് പകരം വീട്ടണം. പകരം വീട്ടാൻ ഒരു അവസരത്തിന് കാത്തിരിക്കണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചത്. കമ്പാഷൻ, കരുണ. പ്രവാചക തിരുമേനിയെ കടുത്ത ആക്ഷേപത്തിൽ ഒരാളൊരു കവിത എഴുതി. ഒന്നല്ല, ഒരുപാട് കവിതകൾ എഴുതിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന ഉറക്കെ ചൊല്ലല. ചന്തയിലൊക്കെ വന്നിട്ട് ഉറക്കെ ചൊല്ലും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഉറക്കെ ചൊല്ലും. ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന മാർഗം. ആക്ഷേപമാണ് കേട്ടോ, ചെറിയ ആക്ഷേപമൊന്നുമല്ല, ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. നബി എന്താ മറുപടി കൊടുത്തേ? കൂട്ടത്തിൽ കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ച് കവിത എഴുതൂ. ആക്ഷേപമുള്ള കവിതയ്ക്ക് മറുപടിയായി ആക്ഷേപമില്ലാത്ത കവിതകൾ എഴുതും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ പള്ളിയിലൊരു സ്റ്റേജും പണിത് കൊടുത്തു. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നായിരുന്നു ആ കവിയുടെ പേര്. എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? അങ്ങനെ